കോഴിക്കോട് പ്രധാനമായും എവിടെയൊക്കെ ഈ കർക്കിടക വാവ് ബലി തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു? സ്വപ്ന, നമ്മളിപ്പോൾ നിൽക്കുന്നത് വരയ്ക്കൽ കടപ്പുറത്താണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 3ഉം 4ഉമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് വേണം ഈ ബലിതർപ്പണത്തിലേക്ക്, ആ ചടങ്ങിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ ക്യൂ നിൽക്കാനടക്കം വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വരയ്ക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീകണ്ഠ ക്ഷേത്രം, വരയ്ക്കൽ ബലിതർപ്പണ സമിതി, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി എന്നീ 4 അവരാണ് ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ ക്യൂ നിൽക്കാനും അതുപോലെ തന്നെ മറ്റ് ഈ ചടങ്ങുകളിലേക്കൊക്കെ കടക്കാനടക്കം വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഇവിടെ മറ്റും സുരക്ഷാ മുൻകരുതൽ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടി തന്നെയാണ് ഇവിടെ ചടങ്ങുകൾ, ഇതിനുള്ള ബലിതർപ്പണത്തിലുള്ള ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. ഇനി 10 മണി വരെ ഈ ഒരു ബലിതർപ്പണം ഇവിടെ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അല്ലാതെ, അതായത് വരയ്ക്കൽ കടപ്പുറത്തല്ലാതെ വെള്ളയിൽ കടപ്പുറത്തടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചടങ്ങുകളും ബലിതർപ്പണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള തിരക്ക് അവിടെയും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനായി ആയിരങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ആത്മസംതൃപ്തിയോടെയാണ് ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഇവിടെ കടലിൽ മുങ്ങി വേണം, അതായത് ഈ കൂപ്പൺ എടുത്ത് കടലിൽ മുങ്ങി വേണം അവർ ഈ ചടങ്ങുകളെല്ലാം ചെയ്യാൻ വരാൻ. അപ്പോൾ കടലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആംബുലൻസ്. വരയ്ക്കൽ കടപ്പുറത്ത് നിന്ന് ലക്ഷ്മിപ്രിയയാണ് ചേർന്നത്.